തീർന്നില്ല. അങ്ങനെ നുണ പറയില്ലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. കാരണം ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞാല് നിലനിൽപ്പുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ഒരു പദം, അത് ഈ ഉള്ളവനും സക്കരിയ സ്വലാഹിയും മലയാളത്തിൽ പറഞ്ഞ ഒരു പദപ്രയോഗം ഒരുപോലെ ആയതിൽ പിടിച്ചിട്ട് അതാ സ്വലാഹി ഒന്ന് പറയുന്നു. പക്ഷേ സ്വലാഹി പറഞ്ഞ ആശയം നാദാപുരത്തിന്റെ മണ്ണിൽ ഖണ്ഡനമങ്ങ് നടന്നപ്പോ മൗലവിക്ക് ബോധ്യമായി സ്വലാഹി പറഞ്ഞത് ശരിയല്ല, ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്. സലാഹി പറഞ്ഞ എന്താണ്? ആദരവ് പാടില്ല എന്നാ പറഞ്ഞത് എന്ന് രണ്ടും കൂടെ മൂപ്പര് കേൾപ്പിച്ചിട്ട് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ശേഷം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. സക്കരിയ സലാഹി ഇടമുട്ടത്തെന്ന് പറഞ്ഞു ഖബർ ആദരിക്കാൻ പാടില്ല. വെച്ചുകൊടുക്കോനെ. ബിംബാരാധകരുടേതിന് തുല്യം തന്നെയാണ് ഇസ്തിഖാലു കസീരിൻ മിനൽ ഖൽഖി, പടപ്പുകളിൽ ഒരുപാട് ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്ത്? ഖബർ ആരാധനയല്ല. മനസ്സിലാക്കി വെച്ചോ. ആരാധന ആദരവിടെ കൂട്ടിക്കേക്കാൻ ശ്രമിച്ചില്ല. ബിതഅലീമി ഖുബൂരിൽ അകാബിർ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. അപ്പൊ മഹാന്മാരെ ഖബർ ആദരിക്കൽ ബിംബാരാധനയാണെന്ന് സക്കരിയ പറഞ്ഞു. ശ്രദ്ധിക്കണേ. ഒരു മിനിറ്റ്. ഇപ്പൊ സ്വലാഹി എന്താ പറഞ്ഞത്? മഹാന്മാരുടെ ഖബറിനെ ആദരിക്കൽ അത് ബിംബാരാധനയാണ്. വെറുതെ പറഞ്ഞതല്ല. റാസിയിലെ ഉദ്ധരിച്ചിട്ട് ആ സംവാദാണ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സലാഹി അവിടെ പ്രമാണങ്ങൾ നിരത്തിയിട്ട് പറയാണ്. ആ തഅ്ലീമിന്റെ അർത്ഥമായിട്ട് ഇന്ന് ഖബറുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വനളീറുഹു ഫി ഹാദ സമാനി എന്ന് പറഞ്ഞിട്ട് റാസി വിശദീകരിക്കുന്ന ഭാഗം എടുത്തിട്ടാ പറയുന്നത്. ആ ആദരവിനെ അല്ലെങ്കിൽ ആ ബഹുമാന പ്രകടനത്തെ അത് ശിർക്കാണെന്നാ സലാഹി പറഞ്ഞത് മഹാന്മാര്. ഇനിയിപ്പോ ഞാൻ ഇതിന് വൈരുദ്ധ്യം പറയുന്നതും കേട്ടോളൂ മൂപ്പരുടെ ഭാഷയിൽ. അപ്പൊ മഹാന്മാരെ ഖബർ ആദരിക്കൽ ബിംബാരാധനയാണെന്ന് സക്കരിയ പറഞ്ഞു. നാദാപുരത്ത് ഖണ്ഡനം 5-6 എണ്ണം അങ്ങ് നടന്നു. 7ാമത്തെ ഖണ്ഡനത്തിന് സലഫി വന്നപ്പോൾ എന്റെ മുമ്പിൽ ഏത്തയിട്ട് കൊണ്ട് പറയുന്നു, മുസ്ലിമീങ്ങളെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്. അതങ്ങ് കേൾപ്പിക്കുക മോനെ. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. സംശയം നീങ്ങുന്നുണ്ട്. രക്ഷപ്പെട്ടു എന്നാ വിചാരിച്ചേ. സംശയം നീങ്ങുന്നുണ്ട്. ഇനിയിപ്പോ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടൂല. ഞാൻ പറഞ്ഞത് എന്താ ചങ്ങാതി? ഞാൻ പറഞ്ഞ ആദരവെന്താ? സ്വലാഹി പറഞ്ഞ ആദരവെന്താ? മലയാളത്തിൽ ഒരേ പറയും. ഒന്ന്, ഖബറിനെ നിന്ദിക്കാൻ പാടില്ല. ഖബറിനെ ഏത് ഖബറതും മുസ്ലിമിന്റെ ഖബർ എന്ന് പറഞ്ഞ മഹാന്മാരിന്ന് പ്രത്യേകം നിങ്ങൾ വരുത്തിയതാ. ഒരു മുസ്ലിമിന്റെ ഖബറും നിന്ദിക്കപ്പെടാൻ പാടില്ല. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. അവിടെ ചവിട്ടരുത് പോലെയുള്ള കാര്യങ്ങൾ ശേഷം പറയുന്നുണ്ട്. അത് വിദഗ്ധമായി ക്ലിപ്പ് മുറിച്ചില്ലേ? മുറിയുടെ ആളല്ലേ? മുറിയുടെ ചീഫ് കമാൻഡർ അല്ലേ? കേട്ടോളൂ മുറിച്ച ഭാഗം ഞാൻ എന്താ പറഞ്ഞതെന്ന് കേട്ടോളൂ. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. അതിന്മേൽ ചവിട്ടി നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിന്മേൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ആ രൂപത്തിലുള്ള പല മര്യാദകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടോ? ഇതാണ് വിശദീകരിച്ചത്. അപ്പൊ ഞാൻ പറയാവുന്ന ആദരവ് എന്താണ്? ഒരു ഖബറിനോട് കാണിക്കേണ്ട ഹുർമത്ത്, അതാ നമ്മൾ വിശദീകരിക്കുന്നത്. സ്വലാഹിയോ ഇയാളുടെ മുമ്പിൽ വെച്ച് റാസി എടുത്ത് ഉദ്ധരിച്ചിട്ട് മുശ്രിക്കീങ്ങൾ ബിംബത്തിന്റെ മുമ്പിൽ പോയി ചെയ്യുന്ന പ്രവർത്തികളെയൊക്കെ ശക്തമായി തന്നെ അവതരിപ്പിച്ചിട്ട് അതിനെ തുടർന്നുകൊണ്ട് റാസി പറയാണ്, വനളീറുഹു ഫീ ഹാദ സമാനി ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിരി അലാ ഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു എന്ന് പറഞ്ഞ ഇബാറത്ത് ബഹുമാനപ്പെട്ട സ്വലാഹി അവിടെ വിശദീകരിച്ചപ്പോ അപ്പറഞ്ഞ തഅലീം വേറെ, ഇപ്പറഞ്ഞ ആദരവ് വേറെ. മനസ്സിലാകായിട്ടൊന്നുമല്ല, തെറ്റിദ്ധരിപ്പിച്ചു നോക്കിയതാ. തൊട്ട് ശേഷമുള്ള ഭാഗല്ലേ ക്ലിപ്പ് മുറിച്ചത്. മൂപ്പര് എന്നോട് പറയുന്നുണ്ട്. മൂപ്പരോടന്നെ പറയുന്നത് എന്ത്? പരലോകത്ത് ക്ലിപ്പ് മുറിക്കല് നടക്കൂല കേട്ടോ. പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല. അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല. അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. നല്ല ഓർമ്മ വേണത്.
അപ്പൊ ആദരവ് ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ആർക്കും മനസ്സിലാവുന്നത് മുട്ടുമടക്കി ഗണ്ണനാണ് നീങ്ങിയപ്പോ ഗണ്ണന പ്രസംഗം ഇങ്ങനെ ഓരോന്നോരോന്ന് പോകുമ്പോ ആരാണ് ഇവിടെ സമ്മതിക്കുന്നതെന്ന് ഇതാ കേൾപ്പിക്കാൻ പോകുന്നു. ഈ ഭാഗവും CD-യിലില്ല കേട്ടോ. ആ മുട്ടുമടക്കലും കാണിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മൂപ്പര് അനങ്ങില്ല കേട്ടോ. ആ ഭാഗവും കേട്ടോളൂ. എന്താണ് നാദാപുരം ഖണ്ഡനം കൊണ്ടുള്ള മാറ്റമെന്ന് ഇതാ സമ്മതിക്കുന്നു. കേട്ടോളൂ. ആ ഭാഗം CD-യിൽ കാണില്ല. റസൂലുള്ളാഹിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമറുൽ ഖത്താബിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. റസൂലുള്ളാഹിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമറുൽ ഖത്താബിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. കണ്ടോ? എന്താ കേട്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. എന്തിനാ CD-യിൽ നിന്ന് കട്ടത്? ഇവിടെ നിങ്ങൾ പ്രസംഗിച്ചതല്ലേ, മുട്ട് മടക്കിയതല്ലേ? നിങ്ങൾ എത്ര ഇവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്? നിങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചില്ലേ? അൽ മുസ്ലിമൂൻ പത്രം എടുത്തിട്ടും കാണിച്ചില്ലേ? അൽ മുസ്ലിമൂൻ പത്രത്തിൽ കണ്ടോ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിലെ ഖബർ കണ്ടോ? തുടക്കമൊന്ന് വെക്കുമനെ ഖബർ കണ്ടോ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ, ആ ഖബറിന്റെ മേലെ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് തലയുടെ അടുക്കലതാ എഴുതി വെച്ചിരിക്കുന്നു. അതാ ഖബർ റസൂലില്ലാഹി. ഈ ഭാഗത്ത് കാണാൻ പത്രം നോക്കിയാൽ ശരിക്കും കാണാം. കണ്ടോ? റസൂലുള്ളാഹിയുടെ ജാറം എന്ന് പറഞ്ഞിട്ട് എത്ര പച്ച പുതപ്പിച്ച ജാറങ്ങളുടെ ആ ചിത്രങ്ങൾ നിങ്ങൾ കാണിച്ചു. സൈറ്റിൽ നിന്ന് പല ചിത്രങ്ങളും പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ പലതും നിങ്ങൾ കാണിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നു റസൂലുള്ളാഹിയുടെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അത് മാത്രമല്ല, അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപമെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അപ്പൊ ഈ കാണുന്ന ഉയർന്നു നിൽക്കുന്ന കുബ്ബകളും ദർഗകളും ഖബറ് കെട്ടിപ്പൊക്കലുമൊന്നും പുണ്യമല്ല അല്ലേ? ഈ പുണ്യമല്ലാത്ത രൂപത്തിനാണോ നിങ്ങൾ ഈ പറഞ്ഞൊച്ച വെച്ച് നടക്കുന്നത്? നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വന്നത് കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങളോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ അൽഹംദുലില്ലാഹ് അക്കാര്യമെങ്കിലും സമ്മതിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് പുണ്യമുള്ള രൂപമെങ്കിൽ മുസ്ലിമീങ്ങളുടെ മുഴുവൻ ഖബറുകളും അത്ര മതി കേട്ടോ. അതിനാ ഞങ്ങൾ ഈ അധ്വാനം ചെലവഴിക്കുന്നത്, അതിനാ ഞങ്ങൾ ഈ പ്രസംഗിച്ച ആരോഗ്യം നശിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ നിങ്ങളെ കൊണ്ടൊക്കെ സമ്മതിപ്പിക്കാൻ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, പുണ്യമുള്ള രൂപം അതാണെന്ന് പറഞ്ഞില്ലേ? ഇതിനാണ് ഈ പരിപാടി ഇനിയും തുടരട്ടെ. എന്നിട്ട് പിന്നെ മൂപ്പരൊരു ചോദ്യം ചോദിക്കുന്നത് എന്താ? ഖുർആനിലും ഹദീസിലും ഒക്കെ മഹാന്മാരെ ജാറത്തിന്മേൽ ഖുബ്ബ പണിയൽ ഹറാമാണെന്നോ തെറ്റാണെന്നോ പൊളിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. കേട്ടോളൂ മൂപ്പരാവായ. ഖുർആനിലും ഹദീസിലും മഹാന്മാരെ ജാറത്തിന്മേൽ ഖുബ്ബ പണിയൽ ഹറാമാണെന്നോ തെറ്റാണെന്നോ പൊളിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. അത് മൂപ്പരുടെ ഒരു നുണയാണ്. ഇനി തീർന്നില്ല. ആ വാദം മൂപ്പരങ്ങ് പറഞ്ഞു വെച്ചിട്ട് ഇനി മൂപ്പരുടെ ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിയൊന്ന് കേൾക്കൂ, മറുപടിയും കേൾക്കൂ. കേട്ടോളൂ മൂപ്പരുടെ വെല്ലുവിളി.
മൗലവിമാരെ, മഹാന്മാരെ ഖബറിനോടനുബന്ധിച്ച് ജാറമുണ്ടാക്കാൻ പാടില്ലെന്ന് ഒരായത്തുണ്ടെങ്കിൽ ഏത് സൂറത്തിലാണ് ആയത്ത് മൗലവിമാരെ? ആ സൂറത്തിന്റെ പേര് പറയൂ, ആയത്തിന്റെ നമ്പർ പറയൂ, അതിന്റെ അർത്ഥം പറയൂ. ഇനി ഹദീസാണെങ്കിൽ ആ ഹദീസിന്റെ കിതാബിന്റെ പേര് പറയൂ, നമ്പർ പറയൂ, ഹദീസിന്റെ വാചകം പറയൂ, അതിന്റെ അർത്ഥം പറയൂ.